Hi students, how are you all? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് എന്തായിരുന്നു? എങ്ങനെ പൈ ചാർട്ട് നമുക്ക് റീഡ് ചെയ്യാമെന്നുള്ളത് അല്ലേ? ഹൗ ടു റീഡ് ദ പൈ ചാർട്ട് അല്ലേ? ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു പൈ ചാർട്ട് വരയ്ക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഡ്രോ എ പൈ ചാർട്ട് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 204 എടുക്കുക. ഇറ്റ് വാസ് ഡിസൈർഡ് ടു ഹാവ് എ വെജിറ്റബിൾ ഗാർഡൻ ഇൻ ദ സ്കൂൾ. Amaranth in half of the plot and beans and brinjal in equal parts of the other half. Let's draw a pie chart showing this. First draw a circle അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരയ്ക്കണം നമ്മൾ. നിങ്ങൾ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക. എൻ്റെ കോമ്പസ് ഇല്ലാത്തതുകൊണ്ട് കോമ്പസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് വരച്ചു മാത്രം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് പറയുന്നത് നമ്മൾ സ്കൂളിൽ ഒരു ഇതുണ്ടാകാൻ വിചാരിച്ചു, ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാകാൻ വിചാരിച്ചു. അവിടെ അമരാന്ത് എന്ന് പറയുന്ന സാധനം എന്താണ്? അതിൻ്റെ ഹാഫാണ് അല്ലേ? ആ പ്ലോട്ടിൻ്റെ ഹാഫ് എത്രയാണ്? അമരാന്താണ്. അപ്പോൾ ആ സെൻട്രൽ പോയിന്റിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. ഒരു ഹാഫ്, രണ്ടാമത്തെ ഹാഫ്. അപ്പോൾ ഒരു ഹാഫ് ആർക്ക് കൊടുത്തു? അമരാന്ത് എന്ന സംഭവത്തിന് കൊടുത്തു അല്ലേ? അമരാന്ത്. അടുത്ത നോക്കുക, ഹാഫ് പ്ലോട്ട്. പിന്നെ അടുത്തതോ ആൻഡ് ബീൻസ് ആൻഡ് ബ്രിഞ്ചാൾ ഇൻ ഈക്വൽ പാർട്സ് ഓഫ് ദി അതർ ഹാഫ്. രണ്ട് ഹാഫിന് ഒരു ഹാഫിൽ അമരാന്ത് വരും. ഈ ഹാഫിൽ എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. ബീൻസും ബ്രിഞ്ചാളും വരുന്നുണ്ട്, ബീൻസും വഴുതനങ്ങയും വരുന്നുണ്ട്. അത് രണ്ടും കൂടെ ഇതിൻ്റെ പകുതി. അപ്പോൾ നേരെ തോന്നുന്നു പകുതി ആക്കിയാൽ മതി. ഇവിടെ ബീൻസ് വരും, ഇവിടെ എന്ത് വരും? ബ്രിഞ്ചാൾ വരും. സിമ്പിളല്ലേ? ഇത് സിമ്പിൾ. പക്ഷേ ബാക്കി വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അത് ഞാൻ നോക്കി പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൈസ ആയിട്ട് വരയ്ക്കുന്ന ഒരു ബേസിക് സ്റ്റെപ്പ്. ഇത് ശരിക്കും ഒന്ന് മെഷർ ചെയ്ത് വരയ്ക്കാനുണ്ട്. മെഷർ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ എത്ര മെഷർമെൻറ്റ്? 360 ഡിഗ്രി അല്ലേ? 360 ഡിഗ്രിയുടെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാ? 360യുടെ പകുതി 360 ഡിഗ്രി ഇൻറ്റു 1/2 അല്ലേ? പകുതി അല്ലേ? 1/2 180 ഡിഗ്രി. അപ്പോൾ എത്ര വരും? ഇത് 180 ഡിഗ്രി ഉണ്ടാവണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. അതുപോലെ ഇനി ബാക്കി എന്തുണ്ട്? 180 ഡിഗ്രി ബാക്കിയുണ്ട് അല്ലേ? ഈ 180 ഡിഗ്രിയുടെ ഇൻറ്റു 1/2 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതിൻ്റെ പകുതി അല്ലേ? രണ്ടും പകുതി പകുതിയല്ലേ? അപ്പോൾ എത്ര ഉണ്ടാവും? 90 ഡിഗ്രി ഇതുണ്ടാവും, ഇതും 90 ഡിഗ്രി ഉണ്ടാവും. നിങ്ങൾ കറക്റ്റ് വരിക, പക്ഷെ നമ്മൾ ജസ്റ്റ് നോക്കിയെന്ന് മാത്രം കേട്ടോ. ഒരു ജസ്റ്റ് ഒരു നിങ്ങൾ ബേസിക് ആയിട്ട് തന്നത് മാത്രം. ഇനി അടുത്ത ഒരു നോക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ഇത് ഈ പൈച്ചാട് വരച്ചിട്ട് അത് ഇപ്പോൾ അമരാന്തിന് ഒരു കളർ കൊടുക്കണം കേട്ടോ. അത് സ്കെച്ച് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേ വാട്ടർ കളർ ഉപയോഗിച്ച് കളർ കൊടുക്കണം. എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതായത് സംഭവം. എന്നിട്ട് ഇവിടെ പുറത്ത് ഒരു ചെറിയൊരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് അതിനുള്ളിൽ ഇവിടെ കൊടുത്ത കളർ ഏതാണ് ഇവിടെയും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പുറത്ത് അമരാന്ത്. അടുത്തത് ഒരു കളറ് സെപ്പറേറ്റ് കളർ കൊടുക്കണ്ടോ. എല്ലാത്തിനും ഒരേ കളർ കൊടുക്കാൻ പാടില്ല. ഇതിന് ഒരു കളറാണെങ്കിൽ ഇതിന് വേറെ കളർ കൊടുക്കണം. അപ്പോൾ ഓരോ സംഭവത്തിനും ഓരോ കളർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ അടുത്ത കളർ കൊടുക്കുക. എന്നിട്ട് ബ്രിഞ്ചാൾ നീട്ടുക. അടുത്ത് വേറെ കളറായിരിക്കണം. ഇവിടെയോ ബീൻസ്. ഇങ്ങനെ സെപ്പറേറ്റ് നമുക്ക് കൊടുക്കണം, എന്നാലേ നമുക്കൊരു വൃത്തി ഉണ്ടാവുള്ളൂ, കാണാം. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ട്രാവൽ മാത്ത്. There are 40 students in a class of 7th of school. 20 of them come in the school by bus, 5 of them by walk, and 5 ride bicycles to school. ഒരു സ്കൂളിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 40 കുട്ടികളുണ്ടായിരുന്നു. ആ 40 കുട്ടികളിൽ 7th സ്കൂളിൽ 7th ക്ലാസ്സിലാട്ടോ. 20 of them comes in the school by bus. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈസ് ഈക്വൽ ടു എത്ര? 40 അല്ലേ? ബൈ ബസ് കുട്ടികളാ? ബൈ ബസ്സിന് കുട്ടികൾ വരും. ബൈ ബസ്സിന് 20 സ്റ്റുഡൻസ് കമ്മിങ് ബൈ ബസ് അല്ലേ? 5 ഓഫ് ദം ബൈ വാക്കിംഗ് 5. ദെൻ അടുത്തതോ ബൈ വാക്ക് 5, ബൈ ബൈസൈക്കിൾ അല്ലേ? ബൈ ബൈസൈക്കിള് കുട്ടികളുണ്ട് 5 അല്ലേ? അങ്ങനെയാണ് സംഭവം കൊടുത്തുള്ളത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഡ്രോ എ പൈ ചാർട്ട് ഷോയിങ് ദീസ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ചിൽഡ്രൻ ടേക്ക് ദ സ്കൂൾ ബസ്? This we can mark in a circle as before. What fraction of the children? It's time for your 5th period. Thank you. What fraction of children take in the school bus? This we can make a cycle before. What fraction of children ride bicycles? How do we mark 1/8 of the circle? What angle should we draw for this?
അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ എത്ര പിള്ളേരാണ്? 40 കുട്ടികളാണ് എന്തുള്ളത്, ടോട്ടൽ കുട്ടികളുള്ളത് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ചെയ്യേണ്ടത് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത് സ്കൂൾ ബസ് 20, ബൈസൈക്കിള് ഓൺ ഫൂട്ട് 5 അല്ല, ഓൺ ഫൂട്ട് 15 ആണ്ടല്ലേ. ഇരുപത് 5 ആ 5 ഓഫ് ദം അല്ല വാക്ക് കേട്ടോ. ഇവിടെ 15 ആണ്. ചെറിയ ഒരു ഫാൾട്ട് പറ്റുന്ന പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ മിസ്റ്റേക്ക് പറ്റുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വരക്കാം അല്ലേ. നമുക്ക് തന്നിട്ടുണ്ട് എത്ര ഉണ്ട്? 40 ടോട്ടൽ കുട്ടികളാണ് അല്ലേ. അപ്പോൾ 20, 15 by 5. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 360 അല്ലേ. ഈ 300 ആദ്യം ഒരു സർക്കിൾ വരക്കണം കേട്ടോ. ആദ്യം ഒരു സർക്കിൾ വരക്കണം. സർക്കിൾ വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് നമുക്കറിയാം എത്ര? 360 ഡിഗ്രിയാണ്. ദെൻ 360 ഡിഗ്രി ഇൻറ്റു ഇത് മൊത്തം കൂടി എത്ര കുട്ടികൾ ടോട്ടൽ? 40 കുട്ടികളുള്ളത്. അപ്പോൾ അതിന് 20 നമുക്ക് ആദ്യം കിട്ടേണ്ടത് ഇതിനാണ് ബൈ ബസ്സിൽ ആദ്യം കിട്ടണമെങ്കിൽ ഇങ്ങനെ കാണാം. ബസ് മുകളിൽ എഴുതാം, താഴെ വരയ്ക്കാം. 360 ഈ 40 സ്റ്റുഡൻസിൽ എത്ര കുട്ടികളാണ് ബൈ ബസ്സിൽ വരുന്നത്? 20 സ്റ്റുഡൻസ്. അപ്പോൾ 20 by 40 എത്ര കിട്ടണ ആൻസർ കിട്ടണ നോക്കാം. ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 360 × 2 = എത്ര വരും? 720. 720 by 4 എത്ര വരും? ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 32, ഒരു 4, 8, 4, 32, 180 ഡിഗ്രി വരും എന്ത്? ബൈ ബസ്. അപ്പോൾ 180 ഡിഗ്രി നേരെ വരക്കാം. ഇത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്തത് നോക്കാം. ബൈ വാക്ക്. വാക്ക് എത്ര കുട്ടികളുണ്ട്? വാക്ക് 360 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 40. എത്ര ബൈ വാക്ക് എത്ര ഉണ്ട്? 15. ദെൻ 15 by 40 വരും. സിമ്പിളാണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇതിനെന്തിനാണ് വെട്ടിക്കൊടുത്തോ? സിമ്പിൾ വിട്ടാലോ? 40ൽ അല്ലേ വേണ്ട, നിങ്ങൾ വട്ടം നമുക്ക് 40ൽ 8 × 5 40, 50ൽ 3 × 5. ഓക്കെ. ദെൻ ഇനി 8ഉം 8ഉം വെട്ടാം. എത്ര വെട്ടാം? 8ൽ 4 എത്ര പ്രാവശ്യം പോവും? 2 times 8 പോവില്ലേ. ഇതിലോ 36ൽ 8, 32, 9 × 40. ദെൻ 90 × 3 by 20 എന്ന് കിട്ടും. നിങ്ങൾ വെട്ടാൻ മുന്നേ പഠിച്ചോണ്ട് ഇത് വീണ്ടും എക്സ്പ്ലെയിൻ പറയാത്തിട്ടോ. ഇത് വെട്ടാൻ അറിയാവുന്നതുകൊണ്ട് പറയാത്ത. 90 × 3 by 2 അല്ലേ. അപ്പോൾ 90 × 3 by 270. 270 by 2 എത്ര ഉണ്ടാവും? ചെയ്ത് നോക്കാം. 7ൽ എത്ര ഉണ്ടാവും? 3, 10ൽ ബാക്കി 2. 132 ഡിഗ്രി അല്ലല്ലോ. ഒരു മിനിറ്റ്. 3, 9, 27, 120, 2, 132 ഡിഗ്രി വരും അല്ലേ. 132 ഡിഗ്രി വരും. 132 ഡിഗ്രി. ഇനി അടുത്ത് നോക്കാം. ബൈ ബാക്കി ബൈ 5 എത്ര നോക്കാം. 300 ബൈ ഇതല്ലേ ബൈസൈക്കിൾ അല്ലേ. ബൈ ബൈസൈക്കിൾ = 360 × 5 by 40. ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ 36, 95, 45. ഡിഗ്രി വരും. ബൈ 5 അല്ലേ. 20, 10 അല്ല 90 വരാം. 5, ഇത് 130, 145 വരും. ഇവിടെ ചെറുതായിട്ട് ജസ്റ്റ് പാളിയുണ്ട്. 3 കൂടി നോക്കാം കേട്ടോ. 3, 27, 170 ബൈ 2 എന്ന് പറയുമ്പോൾ 2, 7, 3, 6. ഇതൊരു ഇതല്ലേ വരാം. 360 × 15 by 40 അല്ലേ. 15 by 40 ചെയ്ത് നോക്കുമ്പോൾ ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ 34, 36, 9. 9 × 15 വരുമ്പോൾ 19, 90, 5,
45. 15 into 9. എത്ര 9 into 5 45. ബാലൻസ് 4. 1 into 4 9. 9 plus 4 9. 135. 160/40. അതിൽ 9 36 15 അല്ലേ 9 45 4 9 135 വരും കേട്ടോ. 135 വരും. ദെൻ 135 40 50 60 70 80 ഇവിടെ വരും 45 ഡിഗ്രി ഇവിടെയും വരും. 45 ഡിഗ്രി ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് എന്തിനാ ഈ പൈസ വരുന്നത്. അത് ജസ്റ്റ് മാറിപ്പോയ നമ്മൾ ജസ്റ്റ് നമ്മൾ ചെയ്ത ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയാണ്. ജസ്റ്റ് നോട്ട് ചെയ്യണം കേട്ടോ. ബൈ ബസ്സാണ് 360 into 20/40 is equal to എത്ര ഉണ്ടാവും 180 ഡിഗ്രി ഉണ്ടാവും. മറ്റേ ബൈ ബാക്കിയാണ് 360 into 15/40 is equal to എത്രയുണ്ട് 135 ഡിഗ്രി ഉണ്ടാവും. ഇതാണെങ്കിലോ ബൈസൈക്കിളാണെങ്കിൽ 45 ഡിഗ്രിയും വരും. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ മെഷർമെൻറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രി ഉണ്ട് ഒരു സർക്കിളിന് 360. ടോട്ടൽ മെഷർമെൻറ്റ് ഓഫ് ദി ഇന്നർ സർക്കിൾ ഓഫ് ദി സർക്കിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു 360യെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഓരോ സംഭവങ്ങൾക്കായിട്ട്. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഡാറ്റ കൊടുത്തിട്ടുണ്ടാവും. ടോട്ടൽ തന്നിട്ടുള്ള ഡാറ്റ എത്രയാണ് 40. ഈ 40യുടെ 20 ആണെന്ത് ഇത്. അപ്പോൾ 360 into 20/40 തന്നിട്ടും ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതിനനുസരിച്ച് തൊട്ട് താഴെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട്. സ്കൂൾ ക്ലബ്സ്. ഇൻ സ്കൂൾ ദർ ആർ 100 സ്റ്റുഡൻസ് ഇൻ ക്ലാസ് 7 ആൻഡ് ഈച്ച് വൺ ഈസ് മെമ്പർ ഓഫ് സം ക്ലബ്ബ്. ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. സിമ്പിളാണ്. മാത്സ് 30, സയൻസ് 20, സോഷ്യൽ സയൻസ് 25, ഇംഗ്ലീഷ് 10, വിദ്യാരംഗം 15. അതിലൂടെ കൂട്ടാം. ഇതിലൂടെ കൂട്ടിയിട്ട് കിട്ടുന്നൊരു സംഖ്യ ഉണ്ടാവും. എത്ര ഉണ്ടാവും 30 20 50 15 75 80 90 100 അല്ലേ. 100 ആണ് കിട്ടുന്നത്. അപ്പോൾ 100ൽ അപ്പോൾ മാത്സിന് കിട്ടാൻ ചെയ്താൽ മതി. മാത്സിൻ്റെ ഈസ് ഈക്വൽ ടു 360 into എത്രയാ 30/100. ഇത് എന്ത് കിട്ടും മാത്സിൻ്റെ പോർഷൻ കിട്ടും. എത്രയാണ് മാത്സിന് എത്ര ഡിഗ്രി കിട്ടും. അപ്പോൾ ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വന്നിട്ട് ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് മെഷർ ചെയ്യുക. അങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യണം. ആ ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. അതുപോലെ ഗ്രേഡ് ചാർട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യനുണ്ട്. അത് കൂടി ചെയ്യാം. ഗ്രേഡ് ചാർട്ടും ബാക്കി ക്വസ്റ്റ്യൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ പൈ ചാർട്ട് നമ്മൾ ശ്രദ്ധിച്ച് പോകണം. വിട്ടു പോയത് ഒരു 5 മണി ക്വസ്റ്റ്യനാണ് നിങ്ങൾക്കത്. ആ പൈ ചാർട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ പൈ ചാർട്ട് വരയ്ക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ 1-2 പൈ ചാർട്ട് എക്സ്ട്രാ വരച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് കറക്റ്റ് കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി ഇതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. സീ നെക്സ്റ്റ് ക്ലാസ്.